നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് വാമപ്പ് സെറ്റ്, എന്താണ് സൂപ്പർ സെറ്റ്, എന്താണ് ഡ്രോപ്പ് സെറ്റ്, എന്തൊക്കെ ഗുണങ്ങളാണ് ഇവ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. വാമപ്പ് സെറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യുന്ന വർക്കൗട്ടാണ്. നമ്മുടെ ഏറ്റവും മെയിനായിട്ടുള്ള ഇൻറ്റൻസ് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ചെയ്യുന്ന വർക്കൗട്ടിനെയാണ് വാമപ്പ് സെറ്റ് എന്ന് പറയുന്നത്. ഈ വാമപ്പ് സെറ്റിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയെ സെറ്റപ്പ് ആക്കുക, ഇല്ലെങ്കിൽ നമ്മുടെ ബോഡിയെ പ്രിപ്പയർ ചെയ്യുക മെയിനായിട്ടുള്ള ഇൻറ്റൻസ് വർക്കൗട്ടിനായിട്ട്. ഇത് ചെയ്യുന്നതിലൂടെ നമ്മുടെ ഹാർട്ട് റേറ്റും ഗ്രാജുവലി ഇൻക്രീസ് ആകും. അതുപോലെ തന്നെ നമ്മുടെ മസിൽസിലേക്ക് വേണ്ട ബ്ലഡ് ഫ്ലോയും കൂടും, നമ്മുടെ ഫ്ലെക്സിബിലിറ്റിയും ഇമ്പ്രൂവ് ആകും. ഇതൊക്കെ കൊണ്ട് ഇൻറ്റൻസ് ആയിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇഞ്ചറി വരാനുള്ള ചാൻസിനെ തടയും. അപ്പോൾ മെയിനായിട്ട് ഇൻറ്റൻസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് വരാനുള്ള ഇഞ്ചറിയെ തടയാനും പിന്നെ നമ്മുടെ ബോഡീനെ ഒന്ന് റെഡിയാക്കാനും ഒന്ന് പ്രിപ്പയർ ചെയ്യാനും വർക്കൗട്ടിന് വേണ്ടിയായിട്ട് പ്രിപ്പയർ ചെയ്യാനുമാണ് വാമപ്പ് സെറ്റ് ചെയ്യുന്നത്. വാമപ്പ് സെറ്റ് ചെയ്യുന്നത് ലൈറ്റ് വെയിറ്റ് ഇട്ടാണ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് ഫ്രീ വെയിറ്റിലും വാമപ്പ് സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം എക്സാമ്പിളായിട്ട് 2.5 കിലോ ഡംബിൾ വെച്ച് നമുക്ക് വാമപ്പ് സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഡംബിൾ കേർവ് ചെയ്യാൻ പറ്റും, ട്രൈസെപ്സിനൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെ പല രീതിയിൽ നമുക്ക് 2.5 കിലോ വെച്ച് നമുക്ക് വാമപ്പ് സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഫ്രീ വെയിറ്റിലും ചെയ്യാൻ പറ്റും. ഇപ്പോൾ പുഷപ്പ് അങ്ങനെയുള്ള വർക്കൗട്ട്സൊക്കെ നമ്മൾ ചെയ്യുമ്പം വെയിറ്റ് ഇല്ലല്ലോ, അപ്പം അങ്ങനത്തെ ഉള്ള ഫ്രീ വെയിറ്റിൽ നമുക്ക് പല എക്സസൈസ് ചെയ്ത് നമുക്ക് വാമപ്പ് ആവാൻ പറ്റും. അതുപോലെ തന്നെ ഡൈനാമിക് സ്ട്രെച്ചസും നമുക്ക് ഈ വാമപ്പ് സെറ്റിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഡൈനാമിക് സ്ട്രെച്ചും സ്റ്റാറ്റിക് സ്ട്രെച്ചിനെ പറ്റിയൊക്കെ ഞാൻ വീഡിയോ ചെയ്തായിരുന്നു, കാണാത്തവർ കാണുക, ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ഇനി എന്താണ് സൂപ്പർ സെറ്റ്സ് എന്ന് നോക്കാം. സൂപ്പർ സെറ്റ്സ് എന്ന് പറയുമ്പോൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് 2 എക്സസൈസസ് അടുപ്പിച്ച് ചെയ്യുന്നതിനാണ് സൂപ്പർ സെറ്റ് എന്ന് പറയുന്നത്. ഇപ്പം എക്സാമ്പിളായിട്ട് ഞാൻ പറയുവാണെങ്കിൽ, ഞാൻ ബൈസെപ്സിനായിട്ട് 10 നമ്പർ ബൈസെപ്സ് കേൾ ഡംബിൾ ചെയ്തെന്ന് വെച്ചോ. അപ്പം ഒരു റെസ്റ്റ് കൊടുക്കാതെ തന്നെ അടുത്ത വർക്കൗട്ട് ഇപ്പോൾ എക്സാമ്പിൾ ബാർബിൾ ആണെങ്കിൽ ബാർബിൾ എടുത്ത് രണ്ടാമത്തെ വർക്കൗട്ടും അപ്പം തന്നെ ഈ ഡംബിൾ അടിച്ച് ഈ ഡംബിളിൽ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞ് അപ്പം തന്നെ ബാർബിളും എടുത്ത് വർക്കൗട്ട് ചെയ്യുന്നതിനാണ് സൂപ്പർ സെറ്റ് എന്ന് പറയുന്നത്. സൂപ്പർ സെറ്റ്സിൽ ഏത് വർക്കൗട്ട് വേണമെങ്കിലും ഇൻക്ലൂഡ് ചെയ്യാം. ഇപ്പം ഞാനിപ്പോൾ എക്സാമ്പിളായിട്ട് വന്ന ബാർബിളും ഡംബിൾ ചെയ്തിട്ട് അപ്പം തന്നെ ബാർബിൾ ചെയ്യുന്നതാണ് പറഞ്ഞത്. അപ്പം അതുപോലെ അത് ഒരു മസിൽസിലാണ് വർക്ക് ആകുന്നത്. ഡംബിൾ കേർവ് ചെയ്യുമ്പോൾ ബൈസെപ്സിനും ബാർബിൾ എടുത്ത് ചെയ്യുമ്പോഴും ബൈസെപ്സിനും. അപ്പോൾ അതുപോലെ നമുക്ക് 2 മസിൽസിനും ടാർഗറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇൻ കേസ് ബൈസെപ്സ് ഞാൻ ഡംബിൾ വെച്ച് അടിച്ചിട്ട് പിന്നീട് ട്രൈസെപ്സിന് വേണേൽ ട്രൈസെപ്സ് എക്സ്റ്റൻഷനും ചെയ്യാൻ പറ്റും. അപ്പം 2 മസിൽസിനെയും വേണേൽ സൂപ്പർ സെറ്റിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അഗനോസ്റ്റിക് സൂപ്പർ സെറ്റ് എന്ന് പറയുമ്പോൾ ഒരു മസിലിനെ ടാർഗറ്റ് ചെയ്യുന്നതിനാണ് അഗനോസ്റ്റിക് സൂപ്പർ സെറ്റ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ ബെഞ്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞ് അപ്പം തന്നെ കുറച്ച് പുഷപ്പ് അടിക്കുന്നതിന് നമുക്ക് അഗനോസ്റ്റിക്, നമ്മൾ നേരത്തെ പറഞ്ഞ ഡംബലും ബാർബിളും എല്ലാം ആ ഒരു അഗനോസ്റ്റിക് സൂപ്പർ സെറ്റിൽ വരും. ഇനി 2 ഒപ്പോസിങ് മസിൽ ഗ്രൂപ്പ്സിനെ ടാർഗറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ആൻറ്റഗോണിസ്റ്റ് സൂപ്പർ സെറ്റ് എന്ന് പറയുന്നത്. ഇപ്പം എക്സാമ്പിളായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഡംബിൾ എടുത്ത് വർക്കൗട്ട് ചെയ്ത് ഒരു സെറ്റ് ചെയ്ത് അപ്പം തന്നെ ഒട്ടും റെസ്റ്റ് കൊടുക്കാണ്ട് നമ്മൾ അപ്പം തന്നെ ട്രൈസെപ്സിന് വർക്കൗട്ട് ചെയ്യുന്നതിന്, ഇപ്പോൾ ട്രൈസെപ്സ് കേൾ അല്ലെങ്കിൽ ട്രൈസെപ്പ് എക്സ്റ്റൻഷനോ ചെയ്യുന്നതിനാണ് നമ്മൾ ആൻറ്റഗോണിസ്റ്റ് സൂപ്പർ സെറ്റ് എന്ന് പറയുന്നത്. ഈ സൂപ്പർ സെറ്റ്സ് ചെയ്യുന്നതിലൂടെ നമുക്ക് കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ സൂപ്പർ സെറ്റ്സ് ചെയ്യുമ്പോൾ വർക്കൗട്ടിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടാം, അതും ചെറിയ സമയം കൊണ്ട് കൂട്ടാം. അതുപോലെ തന്നെ മസിലിൻ്റെ എൻഡുറൻസും കൂടും. പിന്നെ കലോറി ബേൺ ചെയ്യാനും ഹാർട്ട് റേറ്റ് ഉയർത്താനും അതിലൂടെ ഒരു അടിപൊളി കാർഡിയോവാസ്കുലർ ഫിറ്റ്നസ് സ്വന്തമാക്കാൻ പറ്റും. പിന്നെ നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ അധികം സൂപ്പർ സെറ്റ്സ് ചെയ്യാണ്ടിരിക്കുന്നതാണ് നല്ലത്. കാരണം നിങ്ങളുടെ മസിൽസിന് ഇത്രയും ഇൻറ്റൻസിറ്റി താങ്ങാൻ പറ്റത്തില്ല. അത് കാരണം ഇഞ്ചറി വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ നിങ്ങളൊരു ബിഗിനർ അല്ല, നിങ്ങൾ കുറേ നാളായിട്ട് അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങളായിട്ടൊക്കെ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വർക്കൗട്ട് സെഷനിൽ 3 മുതൽ 5 സൂപ്പർ സെറ്റ്സ് വരെ ചെയ്യാൻ പറ്റും. പക്ഷേ വേണ്ട റെസ്റ്റും സ്ട്രെച്ചും റിക്കവറിയും എല്ലാം കൊടുക്കണം. ഇനി ഡ്രോപ്പ് സെറ്റിനെ പറ്റി പറയുവാണെങ്കിൽ, ഇപ്പം എക്സാമ്പിളായിട്ട് പുള്ളി ബൈസെപ്സ് കേൾ ചെയ്യുവാണെങ്കിൽ അതിൽ നമുക്ക് കിട്ടുന്ന മാക്സിമം വെയിറ്റ് ഇട്ട് മാക്സിമം നമ്പർ അടിക്കണം. എന്നിട്ട് ഒട്ടും സമയം കളയാണ്ട് അപ്പം തന്നെ, ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മൾ ഒരു 50 കിലോ ഇല്ലെങ്കിൽ പോട്ട് ഒരു 30 കിലോയിലാണെങ്കിൽ നമ്മൾ ബൈസെപ്സ് കേൾ ചെയ്യുന്നത്, അപ്പം തന്നെ നമ്മൾ ആ ഒരു മാക്സിമത്തിൽ ഇട്ട് കഴിഞ്ഞ് 30 കുറച്ച് 20 ഇല്ലെങ്കിൽ 25 ഇട്ട് എന്നിട്ട് വീണ്ടും ആ 25 മാക്സിമം കിട്ടുക നമ്പർ അടിക്കണം. എന്നിട്ട് വീണ്ടും ആ 25 കുറച്ച് അപ്പം തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് അപ്പം തന്നെ 25 20 ആക്കണം. അങ്ങനെ ഫെയിലിയർ വരെ ചെയ്യണം. അങ്ങനെ ഒരു 4 സെറ്റ് അടുപ്പിച്ച് ചെയ്യണം. അതിനെയാണ് നമ്മൾ ഡ്രോപ്പ് സെറ്റ് എന്ന് പറയുന്നത്. ഓരോ ഡ്രോപ്പ് സെറ്റിലും കുറയ്ക്കുന്ന വെയിറ്റ് സെയിം ആയിരിക്കണം, ഇല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ഇപ്പോൾ 5 കിലോ വെച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 30 കിലോയിൽ നിന്ന് 25 കിലോ ആക്കുകയാണെങ്കിൽ അതിൽ നിന്ന് വീണ്ടും 15 കിലോയിലേക്ക് പോകല്, അതിൽ നിന്ന് വീണ്ടും 20 പോകുള്ളൂ, പിന്നെ 15, പിന്നെ 10 അങ്ങനെ പോകുള്ളൂ. ഈ ഡ്രോപ്പ് സെറ്റ് ചെയ്താൽ കിട്ടുന്ന ഏറ്റവും നല്ല ബെനിഫിറ്റ് എന്ന് വെച്ചാൽ മസിൽ ഹൈപ്പർട്രോഫി തന്നെയാണ്. മസിൽ മാസ് ഇൻക്രീസ് ചെയ്യാൻ ഏറ്റവും സഹായിക്കുന്നത് ഈ ഡ്രോപ്പ് സെറ്റ് വർക്കൗട്ട്സ് തന്നെയാണ്. പിന്നെ സൂപ്പർ സെറ്റ്സ് പോലെ തന്നെ കുറച്ച് ടൈമിൽ നമുക്ക് ഈ വർക്കൗട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഡ്രോപ്പ് സെറ്റിൻ്റെ ഡ്രോബാക്സിനെ പറ്റി പറയുവാണെങ്കിൽ, ഈ ഡ്രോപ്പ് സെറ്റ് ബിഗിനേഴ്സിന് പറ്റത്തില്ല. ബിഗിനേഴ്സ് ഡ്രോപ്പ് സെറ്റ് ചെയ്താൽ ഇഞ്ചറി വരും, ഉറപ്പാണ്.
പിന്നെ നമ്മൾ അഡ്വാൻസ്ഡ് ആണേ തന്നെ ഇത്രയും ഇൻറ്റൻസ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറേയൊക്കെ കഴിയുമ്പം ഈ ഫോം തെറ്റാൻ ചാൻസ് ഉണ്ട്. ഫോം തെറ്റിയാലും നമുക്ക് മസിലിന് ഇഞ്ചറി വരും. നിങ്ങൾ കുറേ നാളായിട്ട് ചെയ്യുന്ന ഒരു അഡ്വാൻസ്ഡ് ലിഫ്റ്റർ ആണെങ്കിൽ, അല്ലെങ്കിൽ കുറേ വർഷങ്ങളായിട്ട് ജിമ്മിൽ ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വർക്കൗട്ട് സെഷനിൽ 3 ഡ്രോപ്പ് സെറ്റ് വരെ ചെയ്യാൻ പറ്റും. അത് ചെയ്യുമ്പോൾ തന്നെ ആ ദിവസം ആ മസിലിന് കിട്ടേണ്ട എല്ലാ പിടുത്തവും വരും. ഇനി നിങ്ങൾക്കൊരു ഡൗട്ട് വരാം, ഈ വാമപ്പ് സെറ്റും ഈ സൂപ്പർ സെറ്റും ഈ ഡ്രോപ്പ് സെറ്റും എപ്പോഴൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. വാമപ്പ് സെറ്റിനെ നമുക്ക് ആർക്കും എക്സ്ക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ എന്തായാലും എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്യുമ്പോൾ അത് ഇൻക്ലൂഡ് ചെയ്യണം. വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പ് വാമപ്പ് സെറ്റ് എന്തായാലും ചെയ്യണം. അപ്പം നമുക്കിനി പറയാനുള്ളത് സൂപ്പർ സെറ്റിനെയും ഡ്രോപ്പ് സെറ്റിനെ പറ്റിയാണ്. എക്സാമ്പിൾ, ഒരു ദിവസം നിങ്ങൾ 5 ഐറ്റമാണ് ചെയ്യുന്നതെന്ന് വെച്ചോ. 5 വർക്കൗട്ടാണ് ചെയ്യുന്നത് ഒരു ദിവസം. അപ്പം അതിൽ ഒരു ഡ്രോപ്പ് സെറ്റ് ചെയ്യാൻ പറ്റും, ഒരു സൂപ്പർ സെറ്റ് ഐറ്റവും ചെയ്യാൻ പറ്റും. അപ്പോൾ ബാക്കി വരുന്ന 3 സാധാ നോർമൽ വെയിറ്റ് ഇട്ട് നോർമൽ വർക്കൗട്ട്. ഇത് ഞാൻ എക്സാമ്പിളായിട്ട് പറഞ്ഞാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വർക്കൗട്ട് റൂട്ടീൻ അതുപോലെ സെറ്റ് ചെയ്യാം. പക്ഷേ എൻ്റെ ഒരു സജഷൻ എന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാ ദിവസവും ഡ്രോപ്പ് സെറ്റ് ഇല്ലെങ്കിൽ എല്ലാ നേരവും സൂപ്പർ സെറ്റ് ചെയ്യാണ്ട് നമ്മൾ സാധാരണ വെയിറ്റ് ട്രെയിനിങ് ചെയ്യുമ്പം അതിൻ്റെ കൂട്ടത്തിൽ 1-2 സെറ്റ് വെച്ച് സൂപ്പർ സെറ്റോ ഡ്രോപ്പ് സെറ്റോ ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് മസിൽ ഹൈപ്പോട്രോഫിയും കിട്ടും, അതുപോലെ സ്ട്രെങ്തും കോൺസെൻട്രേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അപ്പം അത്രയൊക്കെ ഉള്ളു ഗായ്സ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.